ഞാൻ സിനിമ ചെയ്യും എന്ന് തന്നെയാണ്, എന്ത് വന്നാലും ഞാൻ സിനിമ ചെയ്യുമെന്ന് തന്നെയാണ് നമ്മുടെ മന്ത്രി സുരേഷ് ഗോപി പറയുന്നത്. ഇവർ സെപ്റ്റംബർ 6-ാം തീയതി ഞാൻ ഒറ്റക്കൊമ്പൻ ചെയ്യുന്നു. ഞാൻ സെപ്റ്റംബർ 6-ാം തീയതി ഡൽഹിയിൽ നിന്ന് പോരുകയാണ്. അപ്പോൾ ഈ വരുന്ന 6-ാം തീയതി സെപ്റ്റംബർ 6-ാം തീയതിയാണ് നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹം അഭിനയിക്കുന്ന ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. മാത്രമല്ല നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്നത്തെ കാണുന്ന മാതൃകയിലൊക്കെ അതിൻ്റെ കല്ലും മറ്റു മാതൃകകളൊക്കെ ഉണ്ടാക്കിയ അതിൻ്റെ ആർക്കിടെക്റ്റ് അഞ്ച് മൂർത്തിയാർ എന്ന് പറയുന്ന ഒരു സിനിമയും ഉണ്ട്, അതും ഞാൻ ചെയ്യുന്നു. മാത്രമല്ല ഏതാണ്ട് 22-22ഓളം സിനിമകളുടെ പ്രോജക്റ്റ് കിടക്കുകയാണ്. അതെല്ലാം എനിക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ നമ്മുടെ സർക്കാരിനോട് അനുമതി ചോദിച്ചിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കാനായിട്ട്, പക്ഷേ അവരിതുവരെ തന്നിട്ടില്ല. അമിത്ഷായോട് പറഞ്ഞു, അമിത്ഷാ ചോദിച്ചു എത്ര സിനിമയുണ്ട് അഭിനയിക്കാൻ. അപ്പോൾ പറയാണ്ട് 22ഓളം ഉണ്ട്. അപ്പോൾ ഇത് കേട്ട അമിത്ഷാ ഈ നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹത്തിന് സമർപ്പിച്ച ഫയലുകളും പേപ്പറുകളും എല്ലാം കൂടെ വലിച്ച് എടുത്ത് അങ്ങോട്ടേക്ക് എറിഞ്ഞു സമ്മതമല്ല എന്നുള്ള മട്ടില്ല. അപ്പോൾ സുരേഷ് ഗോപി പറയുകയാണ്, എന്ത് വന്നാലും ഞാൻ സിനിമയിൽ അഭിനയിക്കും. സെപ്റ്റംബർ 6-ാം തീയതി ഒറ്റക്കൊമ്പൻ തുടങ്ങുന്നു. ഞാൻ 6-ാം തീയതി ഡൽഹിയിൽ നിന്ന് പോരും. എൻ്റെ കൂടെ 4-5 ഉദ്യോഗസ്ഥരുണ്ടാവും ഭരണകാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അവരുടെ ചിലവും കൂടി പ്രൊഡ്യൂസേഴ്സ് വഹിക്കണം. അവർക്ക് ആഹാരങ്ങൾ കൊടുക്കണം, അവർക്ക് മുറി കൊടുക്കണം, ഉറങ്ങാനുള്ള മുറി, വർക്ക് ചെയ്യാനുള്ള മുറി ഒക്കെ കൊടുക്കണം. കാരണം ഇദ്ദേഹം ഒരു മന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് ജോലികളുണ്ട്. അതൊക്കെ ചെയ്യാനായിട്ടാണ് ഈ ഉദ്യോഗസ്ഥരെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാ കാര്യങ്ങളും പ്രൊഡ്യൂസേഴ്സിനാണ് ഉത്തരവാദിത്വം. അപ്പോൾ അതല്ലെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ല കാര്യമല്ലേ ചെയ്യുന്നത്, നിങ്ങളങ്ങ് ഡൽഹിയിലേക്ക് അല്ലെങ്കിൽ വരണ്ടേ ഷൂട്ടിങ്ങിന്, അപ്പോൾ അത് ഒഴിവാക്കി ഞാൻ ഇങ്ങ് വന്നു. അപ്പോൾ ഈ 4-5 പേരെ നോക്കുന്നതിലൊന്നും വലിയൊരു കുഴപ്പമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം മറ്റു കാര്യം കൂടി പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ സിനിമയിൽ അഭിനയിച്ചിരിക്കും, ഒരു പക്ഷേ എന്നെ മന്ത്രിസ്ഥാനത്തു നിന്ന് പുറത്താക്കിയാൽ പോലും എനിക്കത് പ്രശ്നമേ അല്ല. എനിക്കത് വളരെ സന്തോഷമാണ്. എങ്ങനെ എനിക്ക് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ കുറയുന്നു, എൻ്റെ ടെൻഷൻസ് കുറയുന്നു, തൃശ്ശൂരിന് വേണ്ടി എനിക്ക് കൂടുതൽ സമയം ചിലവഴിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിക്കും, എന്ത് വന്നാലും അഭിനയിക്കുന്നത് വഴി എന്നെ മന്ത്രിസ്ഥാനത്തു നിന്ന് പുറത്താക്കിയാൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വികാരമായ സിനിമ, അദ്ദേഹത്തിൻ്റെ പാഷനായ സിനിമയ്ക്ക് തടസ്സമായി നിൽക്കുന്നു ഈ മന്ത്രിസ്ഥാനവും മറ്റ് രാഷ്ട്രീയ ജീവിതവും എന്നൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്, സ്വതന്ത്രനായി തനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ മതിയായിരുന്നു, രാഷ്ട്രീയമൊന്നും വേണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ അദ്ദേഹം ഇതിനെയൊക്കെ വെറുക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയുന്നു, അങ്ങനെ എന്നെ മന്ത്രിസ്ഥാനത്തിൽ നിന്ന് മാറ്റിയാൽ തൃശ്ശൂറുകാർക്ക് വേണ്ടി കൂടുതൽ സമയം എനിക്ക് ചിലവഴിക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ എനിക്ക് സമയമില്ല. ആന്ധ്രാക്കാർക്കും തമിഴ്നാട്ടുകാർക്കും ത്രിപുരക്കാർക്കും ഒക്കെയാണ് ഇപ്പോൾ കൂടുതൽ എന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 3-4 ദിവസമൊക്കെ വീതം ഞാൻ അവിടെയൊക്കെ ചിലവഴിക്കുന്നുണ്ട്. തൃശ്ശൂരിലേക്ക് എനിക്ക് ഏതാണ്ട് 2 ദിവസം മാത്രമാണ് ഇതുവരെ ചിലവഴിക്കാൻ പറ്റിയത്. അതിൽ കൂടുതലായിട്ട് എനിക്ക് സമയം അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് ഏറ്റവും സന്തോഷം തൃശ്ശൂറുകാർക്ക് വേണ്ടി സമയം ചിലവഴിക്കുക, ഒരു മന്ത്രിയായിട്ടിരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും സന്തോഷം അതാണ്. അപ്പോൾ അദ്ദേഹം സെപ്റ്റംബർ 6-ന് തൻ്റെ സിനിമ ഷൂട്ടിങ്ങിനായിട്ട് ഡൽഹിയിൽ നിന്ന് നേരെ കേരളത്തിലേക്ക് എത്തുകയാണ്. ഏതാണ്ട് 22ഓളം സിനിമകൾ അദ്ദേഹം ചെയ്യാനായിട്ട് ഇപ്പോൾ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടന് എല്ലാവിധ ഭാവങ്ങളും. അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹം എത്ര പറഞ്ഞാലും നമുക്ക് മതി വരാത്ത അത്ര മാനുഷിക മൂല്യങ്ങളൊക്കെയുള്ള ഒരു നല്ല മനസ്സിനുടമയായ ഒരു മനുഷ്യനാണ്. ഇന്നെന്നല്ല, നമുക്കിപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആരായിരുന്നെന്ന്. മുൻപ് നടന്ന നമ്മളാരും ഇന്നു വരെ അറിഞ്ഞിട്ടില്ലാത്ത ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ട് നല്ല ഇടപെടലുകളൊക്കെ ഇപ്പോൾ വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ അറിയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ കൂടുതൽ ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു.